Dear students, today we are going to discuss about Venn diagram. എന്താണ് ഈ വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെറ്റ് തിയറി ഉണ്ടല്ലോ, സെറ്റ് തിയറിയിലെ ഓപ്പറേഷൻസിനെ ഏറ്റവും സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ, അതാണ് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ജോൺ വെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെർട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിന് വെൻ ഡയഗ്രാം എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെൻ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നോക്കാം. പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്, അതാണ് വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിനെ എങ്ങനെ വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ സെറ്റ് എ ഇസ് ഈക്വൽ ടു 3, 4, 5. സെറ്റ് എയിൽ വരുന്ന എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 3, 4, 5 ആണ്. അതിൻ്റെ യൂണിവേഴ്സ് എന്ന് പറയുമ്പം 1, 2, 3, 4, 5 അപ് ടു 10 ആണ് ഈ സെറ്റ് എയുടെ യൂണിവേഴ്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് എയിലെ എല്ലാ ഐറ്റംസും യൂണിവേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിൻ്റെ പുറത്തുള്ള ഒരുപാട് ഐറ്റംസും സെറ്റ് എയിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ഐറ്റംസും ഉണ്ടാവും. എന്നാൽ സെറ്റ് എയിലുള്ള എല്ലാ ഐറ്റംസും യൂണിവേഴ്സിൽ ഇൻക്ലൂഡഡും ആയിരിക്കും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. നമ്മളിതാ ഇവിടെ കണ്ടു, ഈ ഒരു റെക്റ്റാങ്കിളാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. റെക്റ്റാങ്കിളാണ് യൂണിവേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു സെറ്റ് പിക്ടോറിയലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പം ആദ്യം വരയ്ക്കേണ്ടത് യൂണിവേഴ്സാണ്. അപ്പോൾ ആ യൂണിവേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ റെക്റ്റാങ്കിളിനെ. അതിനുശേഷം നമ്മളിവിടെ ഈ ഒരു യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈൻ കണ്ടോ, ഇങ്ങനെ യു എന്ന് എഴുതണം. അതാണ്, ഇത്രയും ഭാഗമാണ് നമ്മൾ യൂണിവേഴ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, അതിനുശേഷം നമ്മളൊരു യു, അത് ഇവിടെ തന്നെ വേണമെന്നില്ല, റെക്റ്റാങ്കിളിൻ്റെ ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു യു റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഐറ്റംസും 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് പറഞ്ഞിട്ട് എല്ലാ ഐറ്റംസും, ഈ യൂണിവേഴ്സിൻ്റെ അകത്തുള്ള എല്ലാ ഐറ്റംസിനെ നമ്മൾ പറയുന്നത് എന്താ, എലിമെൻറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് എ സെറ്റ്. എല്ലാ ഐറ്റംസും ഇങ്ങനെ എഴുതണം. ഇത് ഫസ്റ്റ് ഒരു വെൻ ഡയഗ്രാം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി ഐറ്റം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അതിനുശേഷം നമ്മൾ വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്പേഴ്സൊന്നും എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല, എലിമെൻറ്റ്സോ മെമ്പേഴ്സും ഒന്നും എഴുതണം എന്ന്, ഇത് മനസ്സിലാവാൻ വേണ്ടി മാത്രം നമ്മളിങ്ങനെ പറയാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ഐറ്റംസും അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സും എല്ലാ എലിമെൻറ്റ്സും നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ എഴുതി വരണം. അപ്പോൾ ഈ സർക്കിൾ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട, സർക്കിൾ അവിടെ ഇല്ലാത്ത പോലെ വിചാരിച്ചിട്ട് എല്ലാ ഐറ്റംസും നമ്മൾ എഴുതുക. അതിനുശേഷം നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എന്താ, ഈ ഒരു സെറ്റ് എ ആണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ആ സെറ്റ് എയിൽ വരുന്ന ഐറ്റം അത് ഒരുമിച്ച് എഴുതുക. നമ്മൾ ആദ്യ സെറ്റ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഐറ്റംസ് എഴുതുമ്പോൾ 1, 2, 3, 4, 5നെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ട ഈ ഒരു ഐറ്റത്തിനെ ഏകദേശം ഒരു സ്ഥലത്തായിട്ട് എഴുതുക. അതിനുശേഷം അതിനെ ഒരു സർക്കിൾ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഈ സർക്കിളാണ് സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. യൂണിവേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് റെക്റ്റാങ്കിളാണ്. സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സർക്കിൾസാണ്. ഓക്കെ, ഈ വെറുതെ ഒരു സർക്കിൾ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ റെപ്രസെൻറ്റേഷൻ ആവില്ല. നമ്മൾ എന്താണോ നമ്മൾ വെൻ ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു സെറ്റിനെ നമ്മൾ ഷെയ്ഡഡ് ആയിട്ട് കാണിക്കണം. ഇങ്ങനെ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചാൽ മാത്രമേ അത് റെപ്രസെൻറ്റേഷൻ ആവുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതിനുശേഷം യൂണിവേഴ്സിലുള്ള എല്ലാ ഐറ്റംസും ആ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ എഴുതണം. യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈൻ വെച്ചിട്ട് റെക്റ്റാങ്കിളിനെ ഇൻഡിക്കേറ്റ് ചെയ്യണം. അപ്പോഴേ അതൊരു യൂണിവേഴ്സായിട്ട് മാറുള്ളൂ. യൂണിവേഴ്സിലുള്ള എല്ലാ ഐറ്റംസും എഴുതുക. അപ്പോൾ ഈ നമ്മൾ എന്താണോ റെപ്രസെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സെറ്റ് എ ആണ് ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഐറ്റംസിനെ ഏകദേശം ഒരു സ്ഥലത്തായിട്ട് എഴുതുക. അതിനുശേഷം അതിനെ ഒരു സർക്കിൾ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സെറ്റ് എ ആണെന്ന് പറയാൻ വേണ്ടി അവിടെ ഒരു എ എന്നുള്ള സൈന് കൊടുക്കുക. അതിനുശേഷം ആ ഏരിയ ഷെയ്ഡഡ് ആക്കുക. ഷെയ്ഡ് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യണമെന്നില്ല, ഇങ്ങനെ ലൈൻസ് വെച്ചിട്ടോ ഇങ്ങനെ ലൈൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ മൊത്തമായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു വെൻ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് ഒരു സെറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്.
ഇനി സെറ്റിൽ വരുന്ന ഓരോ ഓപ്പറേഷൻസും ചെയ്യുമ്പം നമുക്ക് ക്ലിയർ ആവും. നെക്സ്റ്റ് വൺ ഇസ് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. എങ്ങനെയാണ് ഒരു കോംപ്ലിമെൻറ്റിനെ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നമ്മളൊരു വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സെറ്റ് എ ഇസ് ഈക്വൽ ടു 3, 4, 5 ആൻഡ് സെറ്റ് യൂണിവേഴ്സ് ഇസ് 1 to 10. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്താണ്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് എയിൽ വരുന്ന ഐറ്റം ഒഴിവാക്കി യൂണിവേഴ്സിലുള്ള ബാക്കി എല്ലാ ഐറ്റവും, അതാണ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു 3, 4, 5 എ കോംപ്ലിമെൻറ്റിലേക്ക് നമുക്ക് ആവശ്യമില്ല. അത് ഒഴിവാക്കി അതിന് ശേഷം ബാക്കി യൂണിവേഴ്സിൽ എന്തൊക്കെ വരുന്നു, 1, 2, 3, 4, 5 വേണ്ട, 6, 7, 8, 9, 10 അത്രയും ഭാഗമാണ് നമ്മൾ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെറ്റ് എയിൽ വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കി ബാക്കി യൂണിവേഴ്സിൽ വരുന്ന ബാക്കിയുള്ള ഐറ്റംസ്, അതാണ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആസ് യൂഷ്വൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. അതിന് യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു സൈൻ കൊടുക്കുന്നു. അതിനുശേഷം ഇനി നമ്പേഴ്സൊന്നും നമ്മൾ എഴുതണം എന്നില്ല എന്താണെന്ന്, എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ എന്ന് കാണിച്ചാൽ മാത്രം മതി. പിന്നെ എ എന്ന് പറഞ്ഞ സെറ്റിനെ നമ്മൾ വരയ്ക്കുന്നു. എ എന്ന് പറഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിലാണ് നമ്മൾ എ സെറ്റിനെ വരയ്ക്കുന്നത്. അതിന് എ എന്നുള്ള പേരും കൊടുക്കുന്നു. ഇനി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത് എന്താണ്? എ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റിനെ കാണിക്കുമ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏരിയ ഏതാണോ അതിനെയാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന സെറ്റ് ഒഴികെയുള്ള ബാക്കിയുള്ള യൂണിവേഴ്സിൽ വരുന്ന ഐറ്റമാണ് നമ്മുടെ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞ ഏരിയ ഒഴിവാക്കി ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ബാക്കിയുള്ള എല്ലാ ഏരിയയുമാണ് നമ്മുടെ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇവിടെ ഒരു റെപ്രസെൻറ്റേഷൻ വരുന്നത്. എ എന്ന് പറഞ്ഞ ഏരിയനെ ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എ നമുക്ക് എ കോംപ്ലിമെൻറ്റിൽ ആവശ്യമില്ലാത്ത ഒരു ഏരിയ ആണ്. അതിനുശേഷം ബാക്കി വരുന്ന ഏരിയ അതാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് എ കോംപ്ലിമെൻറ്റ്. ഈ ഒരു ഏരിയ എ വരാതെ ബാക്കിയുള്ള എല്ലാ ഏരിയയുമാണ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഓപ്പറേഷൻ ഇസ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. അപ്പോൾ നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന സെറ്റ് 3, 4, 5 സെറ്റിൽ വരുന്ന ഐറ്റംസ്, ബി എന്ന് പറയുന്ന സെറ്റിൽ വരുന്ന ഐറ്റം 6 and 7. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല, രണ്ടും ഡിസ്ജോയിൻറ്റ് സെറ്റാണ്. എയിൽ വന്നിട്ടുള്ള ഒരു എലിമെൻറ്റും തന്നെ ബി എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിൽ ഇല്ല. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ആണ് വരുന്നത് രണ്ട് സെറ്റിലും. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് നമ്മുടെ യൂണിവേഴ്സ്. രണ്ടും അതല്ലാതെ മറ്റ് വേറെ എന്തെങ്കിലും ഐറ്റംസ് എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വലിയ സെറ്റാണ് നമ്മുടെ ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. എയിൽ വരുന്ന ഒരു ഐറ്റം തന്നെ ബിയിലില്ല. എയിലും ബിയിലും കൂടെ വരുന്ന ഐറ്റംസും എക്സ്ട്രാ ആയിട്ട് വേറെ മറ്റ് ഐറ്റംസും കൂടെ വരുന്ന വലിയ സെറ്റാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ യൂണിവേഴ്സ് ആദ്യം വരയ്ക്കുക. യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കാൻ റെക്റ്റാങ്കിളും അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് സൈനും കൊടുത്തു. അതിനുശേഷം രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റിനെ വരയ്ക്കുക, രണ്ട് സർക്കിൾസ്, രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റാണ് എയും ബിയും. രണ്ടും തമ്മിൽ ഒരു കണക്ഷനും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ദേ ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്. എയിൽ വരുന്ന ഒരു ഐറ്റവും ബിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു കണക്ഷനും കൊടുക്കാതെ ഒരു ഓവർലാപ്പിങ്ങും വരാതെ രണ്ട് സർക്കിൾസ് വരയ്ക്കുക. അതിലൊരു സർക്കിൾ ഇസ് എ, സെക്കൻഡ് സർക്കിൾ ഇസ് ബി. ഇതാണ് ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെ വെൻ ഡയഗ്രാം ഉപയോഗിച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇൻ്റർസെക്ഷൻ ബൈ വെൻ. ഇൻ്റർസെക്ഷൻ എങ്ങനെയാണ് നമ്മൾ വെൻ ഉപയോഗിച്ചിട്ട് വെൻ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ, എന്താ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്? രണ്ട് സെറ്റ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഐറ്റംസ്, അതാണ് ഇൻ്റർസെക്ഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ 3, 4, 5 ഉണ്ട്. ബി എന്ന് പറയുന്ന സെറ്റിൽ 6, 7, 4, 5. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഐറ്റംസ് 4ഉം 5ഉം ആണ് അല്ലേ? ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലിമെൻറ്റ്സ് 4ഉം 5ഉം ആണ്. അതാണ് നമ്മുടെ എ ഇൻ്റർസെക്ഷൻ ബിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും
ഇത് കൂടാതെയുള്ള എല്ലാ ഐറ്റംസും വരുന്ന വലിയ സെറ്റ്, അതാണ് യൂണിവേഴ്സൽ സെറ്റ്. 1 to 10 വരെയുള്ള ഐറ്റംസ് അതിലുണ്ട്. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ സെറ്റ് ആദ്യം വരയ്ക്കുക. ദാറ്റ് ഈസ് റെക്റ്റാങ്കിൾ, അതിന് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡൻറ്റിറ്റി കൊടുക്കുക. അതിനുശേഷം ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിലെ 2 സർക്കിൾസും ഓവർലാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ കാണിക്കാൻ. ഇത് തമ്മിലൊരു കണക്ഷൻ കാണിക്കണം. ബിക്കോസ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമ്മൾ കാണുന്നത്. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ 2 ഡിസ്ജോയിൻറ്റ് സെറ്റ് വരച്ചതുകൊണ്ട് കാര്യമില്ല. 2 സെറ്റുകൾ വരയ്ക്കുമ്പം ഇതിലൊരു ഓവർലാപ്പിംഗ് സർക്കിൾസ് കൊടുക്കണം. അതെന്തുകൊണ്ടാണ്? കോമൺ ആയിട്ടുള്ള ഏരിയ നമുക്ക് വരുന്നതുകൊണ്ടാണ്. ഈ ഒരു ഏരിയ കോമൺ ആയിട്ട് ഉള്ള ഐറ്റംസ് നമുക്കിവിടെ കോമൺ ആയിട്ട് വരുന്ന എലിമെൻറ്റ്സ് ഏതൊക്കെയാണ്? 4ഉം 5ഉം. ഈ 4ഉം 5ഉം ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോമൺ സ്പേസ് വേണം. അതുകൊണ്ടാണ് ഓവർലാപ്പ് ചെയ്തിട്ടുള്ള സർക്കിൾസ് ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് സെറ്റ് എ ആണ്, ഇത് സെറ്റ് ബി ആണ്. ഇതിലെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏരിയ ആണ് നമ്മുടെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷനെ വെൻ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ ഇൻ്റർസെക്ഷൻ ബൈ വെൻ തന്നെ ഈ കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഇല്ലാത്ത ഇൻ്റർസെക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിപ്പോൾ അത് 2 രീതിയിലുണ്ട്. ഒന്ന് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റ്. ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റ് എങ്ങനെയാണ് നമ്മൾ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഇതിലെങ്ങനെയാണ്? എ എന്ന് പറയുന്നുള്ള സെറ്റിൽ 3, 4, 5 3 എലിമെൻറ്റ്സ് ആണുള്ളത്. ബി എന്ന് പറയുന്ന സെറ്റിൽ 6, 7 എന്ന് പറഞ്ഞ 2 എലിമെൻറ്റ്സ് ആണുള്ളത്. അതിൻ്റെ യൂണിവേഴ്സൽ സെറ്റ് 1 to 10 വരുന്ന എലിമെൻറ്റ്സ് വരുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റാണ് ഇതിന് രണ്ടിനുമായിട്ടുള്ളത്. പക്ഷേ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കോമൺ ആയിട്ടുള്ള ഒരു എലിമെൻറ്റ് പോലും ഇല്ല. 3, 4, 5 ആണ് എയിലുള്ളത്, 6, 7 ആണ് ബിയിലുള്ളത്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലിമെൻറ്റ്സ് എഴുതാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താണ്? നൾ സെറ്റാണ്. കാരണം രണ്ടിലും കോമൺ ആയിട്ട് ഒരു എലിമെൻറ്റും ഇല്ല. നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് ഈ 2 സെറ്റും തന്നിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൾ സെറ്റേ അതിന് ആൻസറായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് രണ്ടിലും കോമൺ ആയിട്ട് ഒരു എലിമെൻറ്റും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് ആദ്യം യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുന്നു. അതിന് യു എന്ന് പറഞ്ഞിട്ടുള്ള ഐഡൻറ്റിറ്റി കൊടുക്കുന്നു. 2 സെപ്പറേറ്റ് സെറ്റ്, ഓവർലാപ്പിംഗ് ഒന്നും ഇല്ലാതെ 2 സെറ്റും സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്നു. ഇതിൽ നമ്മൾ ഒരു ഷെയ്ഡും തന്നെ കൊടുക്കുന്നില്ല. ഇവിടെ ഒരു ഐറ്റവും യൂണിവേഴ്സലിൻ്റെ സെറ്റിൻ്റെ ഭാഗത്തും നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടില്ല, എയും ഷെയ്ഡ് ചെയ്തിട്ടില്ല, ബിയും ഷെയ്ഡ് ചെയ്തിട്ടില്ല. കാരണം എന്താ? ഇതിൽ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഐറ്റം തന്നെ ഇല്ല. കാരണം ഒരു എലിമെൻറ്റ് പോലും രണ്ടിനും ഇൻ്റർസെക്ഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു എലിമെൻറ്റ് പോലും 2 സെറ്റിലും കോമൺ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു ഏരിയയും ഇതിൽ ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേറൊരു രീതിയിലുള്ള ഇൻ്റർസെക്ഷൻ നോക്കാം. സബ്സെറ്റിൻ്റെ ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ബി എന്ന് പറയുന്ന ഐറ്റം, ബി സെറ്റ് 3, 4 ആണ് ബിയിൽ. ആൻഡ് എയിൽ വരുന്ന എലിമെൻറ്റ്സ് 2, 3, 4, 5 ആണ്. ഇങ്ങനെ 2 എലിമെൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ബിയിൽ 3, 4 ആൻഡ് എയിൽ 2, 3, 4, 5. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ബിയിൽ വരുന്ന 3ഉം 4ഉം എയിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലേ? എയിലുള്ള 2 ഐറ്റംസ് തന്നെയാണ് ബി എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിലും വരുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ. എൻ്റെ ഒരു സബ്സെറ്റാണ് ബി. കാരണം എനെ ഒരു യൂണിവേഴ്സ് ആയിട്ട് വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം ബീൻ്റെ കേസിൽ. കാരണം ബിയിൽ വരുന്ന ഈ 2 ഐറ്റവും എയിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. കണ്ടോ? യൂണിവേഴ്സ് പോലെ തന്നെ നമ്മൾ എനും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ബീൻ്റെ യൂണിവേഴ്സ് തന്നെയാണ് എ. ബിയിലുള്ള ഈ 2 എലിമെൻറ്റ്സും എയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം യൂണിവേഴ്സൽ സെറ്റ് വരയ്ക്കുന്നു, അതിന് യു ഐഡൻറ്റിറ്റി കൊടുക്കുന്നു. എയും നമ്മൾ ഇവിടെയാണ് ഇതിൽ എഴുതുന്നത്. ബിക്കോസ് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഇതാണ് ഈ ഒരു ബി. ഇതാണ് എ എങ്കിൽ ഈ ഒരു സെറ്റാണ് എ. ഇതിൻ്റെ പുറത്ത് നമ്മൾ എ എഴുതാൻ കാരണം എ ബീൻ്റെ യൂണിവേഴ്സ് കൂടിയാണ് ഈ ഒരു സെറ്റിൻ്റെ കേസിൽ. അതിനുശേഷം എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബി എന്ന് പറയുന്ന സെറ്റിനെ വരയ്ക്കുന്നത്. കാരണം എന്താ? എയിൽ വരുന്ന 2, 3, 4, 5ൻ്റെ അകത്ത് ഉള്ള 2 എലിമെൻറ്റ്സ് ആണ് ഈ ബി എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ഹോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ
എ എന്ന് പറഞ്ഞ സെറ്റ് വരച്ച് അതിൻ്റെ എ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് പുറത്ത് കൊടുത്തു. അതിനുശേഷം എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിലാണ് ബി എന്ന് പറഞ്ഞ സെറ്റിനെ വരയ്ക്കുന്നത്. ആൻഡ് ഇവിടെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ആണ്. കാരണം എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഐറ്റംസ് 3ഉം 4ഉം ആണ്. ബി എന്ന് പറയുന്ന സെറ്റ് മൊത്തമായിട്ട് പറഞ്ഞാലും ഈ 3ഉം 4ഉം ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ട ഏരിയ ബി മൊത്തമായിട്ടാണ്. ബി മൊത്തം നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ബി മൊത്തം ഷെയ്ഡ് ചെയ്യാനുള്ള റീസൺ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എയിൽ വരുന്ന ഐറ്റവും ബിയിൽ വരുന്നതും കോമൺ ആയിട്ടുള്ള ഐറ്റം 3, 4 ആണ്. അപ്പോൾ ഈ 3, 4 തന്നെയാണ് ബി എന്ന് പറയുന്ന സെറ്റ് മൊത്തമായിട്ടും. അതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബി എന്ന് പറയുന്ന സെറ്റിനെ മൊത്തമായിട്ട് ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ ഇസ് യൂണിയൻ ബൈ എ വെൻ. യൂണിയൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ പ്ലസ് ബി പോലെയാണ്. എയിലുള്ള കംപ്ലീറ്റ് ഐറ്റംസും ബിയിലുള്ള കംപ്ലീറ്റ് ഐറ്റംസും കൂടെ യുണൈറ്റ് ചെയ്യുന്നതാണ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ എയിൽ വരുന്ന ഐറ്റം 3, 4, 5 ആണ്. ബിയിൽ വരുന്ന ഐറ്റം 6, 7, 4, 5 ആണ്. ഇപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റേഷൻ വരാതെ ഈ രണ്ട് സെറ്റിലുമുള്ള എലിമെൻസിനെ ഒരുമിച്ച് എഴുതുക. 3, 4, 5. ഇവിടെ 4ഉം 5ഉം ഉണ്ട്. അത് നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. 6, 7. 3, 4, 5, 6, 7 ആണ് എ യൂണിയൻ ബി. ഇതിൻ്റെ യൂണിവേഴ്സ് 1 to 10 ആണ്. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം റെക്റ്റാങ്കിൾ വരയ്ക്കുക, അതിൽ യു ഡിനോട്ട് ചെയ്യുക. അതിനുശേഷം 2 ഓവർലാപ്ഡ് സർക്കിൾസ് വരയ്ക്കുക. ഓവർലാപ്ഡ് സർക്കിൾസ്, കാരണം കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഇതിൽ. രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ്. എ പ്ലസ് ബി എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലുള്ള ഐറ്റംസും ബിയിലുള്ള ഐറ്റംസിനെയും കൂടി ഒരുമിച്ച് എഴുതുകയാണ്. അപ്പോൾ ഇതിൽ ഓവർലാപ്പ് സർക്കിൾസ് വരയ്ക്കുക. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് യൂണിയൻ ആണ് നമുക്ക്, അല്ലേ? എ യൂണിയൻ ബി ആണ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളതും ബിയിലുള്ളതും മൊത്തമായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. അപ്പോഴേ എ യൂണിയൻ ബീനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് എ പ്ലസ് ബി പോലെയാണ്, ഒരുമിച്ചാണ്. എയും ബീനെയും യുണൈറ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ എനെയും ബീനെയും മൊത്തമായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഇനി യൂണിയൻ ബൈ എ വെൻ തന്നെ ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെയും സബ്സെറ്റിൻ്റെയും കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെ യൂണിയൻ എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബിയിൽ എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു ഐറ്റവും ഇല്ലാത്ത കേസിൽ യൂണിയൻ എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. നേരത്തെ ഇൻ്റർസെക്ഷൻ പറഞ്ഞ പോലെ തന്നെ യൂണിയൻ ഇവിടെ നൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു, അതിന് യൂണിയൻ ഡിനോട്ട് ചെയ്യുന്നു. 2 ഡിസ്ജോയിൻറ്റ് സെറ്റ്, ഓവർലാപ്പിംഗ് ഒന്നുമില്ലാത്ത 2 ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് സർക്കിൾസ് വരയ്ക്കുന്നു. അതാണ് എയും ബിയും. കാരണം എയിൽ 3, 4, 5 ആണ് എലിമെൻറ്റ്സ്, ബിയിൽ 6, 7 ആണ് എലിമെൻറ്റ്സ്. ഇപ്പോൾ എ യൂണിയൻ ബീൻ്റെ റിസൾട്ട് ഇവിടെ നൾ സെറ്റാണ്. അതുകൊണ്ട് തന്നെ 2 ഡിസ്ജോയിൻറ്റ് സെറ്റ് വരച്ചാൽ ആ 2 ഡിസ്ജോയിൻറ്റ് സെറ്റിനെയും നമുക്ക് ഷെയ്ഡ് ചെയ്യും വേണം. കാരണം യൂണിയൻ ആയതുകൊണ്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നു. അതോടുകൂടി എ യൂണിയൻ ബീനെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. എ ഇൻ്റർസെക്ഷൻ ബീൻ്റെ കേസിൽ നമ്മളിത് ഷെയ്ഡ് ചെയ്യാതെയാണ് കാണിച്ചിരുന്നത്. ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നുണ്ട് എയിനും ബീനും മൊത്തമായിട്ട്, കാരണം എ യൂണിയൻ ബി ആയതുകൊണ്ട്. ദെൻ സബ്സെറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് ഇത് കാണിക്കാൻ നോക്കാം. ബി ഇസ് ഈക്വൽ ടു 3, 4, എ ഇസ് ഈക്വൽ ടു 2, 3, 4, 5. അപ്പോൾ ബിയിൽ വരുന്ന ഈ 2 എലിമെൻസും എയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബീൻ്റെ യൂണിവേഴ്സ് കൂടിയാണ് ഇവിടെ എ. അതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെ യൂണിയൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലാണ് ബി വരയ്ക്കേണ്ടത്. ബിക്കോസ് ബി എന്ന് പറയുന്ന സെറ്റ് മൊത്തമായിട്ട് എയിൽ ഇൻക്ലൂഡഡ് ആണ്. യൂണിവേഴ്സിൻ്റെ ഉള്ളിലാണ് എ വരയ്ക്കേണ്ടത്. ഇൻ്റർസെക്ഷനിൽ പറഞ്ഞ സെയിം രീതിയിൽ നമ്മൾ ആദ്യം റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു, യു ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, എ എന്ന് പറയുന്ന സെറ്റ് വരയ്ക്കുന്നു. എ എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പുറത്താണ്, യൂണിവേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ. കാരണം ബീൻ്റെ യൂണിവേഴ്സാണ് ഇവിടെ എ. അതിനുശേഷം എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ബി എന്ന് പറയുന്ന സെറ്റിനെ വരയ്ക്കുന്നു. രണ്ടും മൊത്തമായിട്ട് ഷെയ്ഡ് ചെയ്യുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് യൂണിയൻ ഓഫ് സെറ്റ്. ഇനി നമുക്ക് പറയാനുള്ളത് ഡിഫറൻസ് ഓഫ് 2 സെറ്റാണ്. ലാസ്റ്റ് ഓപ്പറേഷനാണ് ഡിഫറൻസ് ഓഫ് 2 സെറ്റ്. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിൽ 2, 3, 4, 5 ആണ് എലിമെൻറ്റ്സ്. ബി എന്ന് പറയുന്ന സെറ്റിൽ 6, 7, 4, 5 ആണ് എലിമെൻറ്റ്സ്.
അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു മാത്സ് പോലെ തന്നെ എയിൽ വരുന്ന എന്നാൽ ബിയിൽ വരാത്ത ഐറ്റംസ്, അതാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ എയിൽ വരുന്ന ഐറ്റംസ് 2 3 4 5, ബിയിൽ വരുന്നത് 6 7 4 5. അപ്പോൾ എയിൽ ഉണ്ട് എന്നാൽ ബിയിൽ ഇല്ലാത്ത ഐറ്റംസ്, ഇവിടെ 2 എയിലുണ്ട് ബിയിലില്ല, 3 എയിലുണ്ട് ബിയിലില്ല, 4 and 5 എയിലും ഉണ്ട് ബിയിലും ഉണ്ട്, കോമൺ ഐറ്റംസ് ആണ്. അപ്പോൾ എയിലുണ്ട് ബിയിലില്ലാത്ത ഐറ്റംസ് ഇവിടെ ഏതൊക്കെയാണ്? 2 and 3 ആണ്. അതിൻ്റെ യൂണിവേഴ്സ് 1 to 10 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു, യൂണിവേഴ്സൽ സെറ്റിനെ വരയ്ക്കുന്നു, യു ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ജോയിൻ്റ് ആയിട്ടുള്ള ഓവർലാപ്പ് ആയിട്ടുള്ള സർക്കിൾസ് വരയ്ക്കുന്നു, എനെയും ബിനെയും ഇൻഡിക്കേറ്റ് ചെയ്യാൻ. ബിക്കോസ് ഇതിൽ കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അല്ലേ, 4 5 കോമൺ ആയിട്ടുള്ള ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ 2 ഓവർലാപ്ഡ് സർക്കിൾസാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അതിനുശേഷം എ മൈനസ് ബി ആണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഡിഫറൻസ് ആണല്ലോ റെപ്രസെൻ്റ് ചെയ്യേണ്ട ഐറ്റം. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിലുണ്ട് ബിയിലില്ലാത്ത ഐറ്റംസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബീനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ബിയിലുള്ള ഒരു ഏരിയയും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യാനോ പാടില്ല. ബീനെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് ഒഴിവാക്കി ഈ ബി ഒഴിവായതിന് ശേഷം എയിൽ എത്ര ഭാഗം വരുന്നു അതാണ് നമ്മുടെ ഡിഫറൻസ് ആയിട്ട് കാണിക്കുന്നത്, എ മൈനസ് ബി ആയിട്ട് കാണിക്കുന്നത്. അതായത് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ വരുന്ന എന്നാൽ ബിയിൽ ഇല്ലാത്ത ഐറ്റംസ് ആണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന സെറ്റിനെ ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ബി ഒഴികെ ബാക്കി വരുന്ന ഈ ഒരു ഏരിയ അത് മാത്രമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്ത് എ മൈനസ് ബി ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ ബി മൈനസ് എ ആണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ എ എന്ന് പറയുന്ന ഏരിയനെ നമ്മൾ മൊത്തമായിട്ട് ഒഴിവാക്കും. അതിനുശേഷം ബിയിൽ ബാക്കി വരുന്ന സ്പേസ് മാത്രം ഷെയ്ഡ് ചെയ്യും. അപ്പോഴാണ് ബി മൈനസ് എ ആവുന്നത്. ഇപ്പോൾ ഇത്രയും ഓപ്പറേഷൻസ് ആണ് നമുക്ക് വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്, ഡിസ്ജോയിൻറ്റ് സെറ്റ്, ഇൻ്റർസെക്ഷൻ ബൈ വെൻ. ജോയിൻറ്റ് സെറ്റിൻ്റെയും സബ് സെറ്റിൻ്റെയും കേസിൽ ഇൻ്റർസെക്ഷൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുമെന്ന്, യൂണിയൻ ബൈ എ വെൻ. അതുപോലെ തന്നെ ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെയും ഇവിടെയും ഡിസ്ജോയിൻറ്റ് സെറ്റാണ്. ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെയും സബ് സെറ്റിൻ്റെയും കേസിൽ എങ്ങനെ വെൻ ഡയഗ്രാം യൂണിയൻ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളത്. ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ്. ഇത്രയുമാണ് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇത്രയും കാര്യങ്ങൾ നന്നായി പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഇനി ഒരു 2 സെറ്റിലധികം 3 സെറ്റ് തന്നാലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇത്രയും ഓപ്പറേഷൻസ് ക്ലിയറായിട്ട് വരച്ചിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, താങ്ക് യു.